സുഹൃത്തെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ കഴിയുന്നത്ര നല്ലത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ? ഈ ചോദ്യം ഒരിക്കലെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഒരു വലിയ സത്യമുണ്ട്. ജീവിതം നല്ലവരെ ശിക്ഷിക്കുന്നില്ല, അത് അവരെ രൂപപ്പെടുത്തുകയാണ്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ കാണുന്ന രീതിയിൽ തന്നെ ഒരു വലിയ മാറ്റമുണ്ടാകും. ഒന്ന്, നല്ലവരായതുകൊണ്ട് എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. നിങ്ങൾ ആത്മാർത്ഥമായി സഹായിച്ച ആളുകൾ പോലും ചിലപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചേക്കാം. നല്ല മനസ്സുള്ളതുകൊണ്ട് എല്ലാവരും തിരിച്ചറിയുമെന്ന് കരുതരുത്. ഓർക്കുക, സൂര്യൻ എല്ലാവർക്കും ഒരേപോലെ തന്നെ പ്രകാശം നൽകുന്നു. എന്നിട്ടും ചിലർ ജനലടയ്ക്കുന്നു. അത് സൂര്യൻ്റെ തെറ്റല്ല. ഇനി അടുത്ത ഒരു കാര്യം, ജീവിതം നമ്മളെ ശക്തരാക്കാൻ വേണ്ടി പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഒരു സ്വർണം ആഭരണമാകുന്നതിന് മുമ്പ് തീയിൽ ഉരുകണം. ഒരു വജ്രം തിളങ്ങുന്നതിന് മുമ്പ് മുറിക്കപ്പെടണം. അതുപോലെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നമ്മെ തകർക്കാനല്ല, നമ്മെ ശക്തരാക്കാനാണ്. എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉടനടി തന്നെ ഫലം ലഭിക്കില്ല. ഒരു കർഷകൻ വിത്ത് വിതച്ച ഉടനെ വിളവെടുക്കുന്നില്ല. അവൻ കാത്തിരിക്കുന്നു, പരിപാലിക്കുന്നു, വിശ്വസിക്കുന്നു. നിങ്ങളുടെ നല്ല പ്രവൃത്തികളും അങ്ങനെ തന്നെയാണ്. അവയുടെ ഫലം പലപ്പോഴും സമയമെടുത്താണ് വരുന്നത്. അതിരുകൾ വെക്കാത്ത നല്ല മനസ്സ് വേദനിക്കും. നല്ലവനാവുക എന്നത് എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നല്ല. എല്ലാവർക്കും അതെ എന്ന് പറയുന്ന ഒരാൾ അവസാനം സ്വന്തം മനസ്സിനോട് ഇല്ല എന്ന് പറയാൻ തുടങ്ങും. ചിലപ്പോൾ ഏറ്റവും നല്ല തീരുമാനം ഇല്ല എന്ന് പറയാൻ പഠിക്കുന്നതാണ്. ഇനി അടുത്ത ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, എല്ലാ നഷ്ടങ്ങളും നഷ്ടമല്ല. ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ അത് ശിക്ഷയല്ല, അത് ചിലപ്പോൾ സംരക്ഷണമായിരിക്കാം. ചില വാതിലുകൾ അടയുന്നത് നല്ല ചില വാതിലുകൾ തുറക്കാനായിരിക്കും. ആ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ പല സംഭവങ്ങൾക്കും ഒരു കാരണമുണ്ടായിരിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ മൂല്യം മറ്റുള്ളവർ തീരുമാനിക്കുന്നതല്ല. ആരെങ്കിലും നിങ്ങളെ വിലമതിച്ചില്ലെന്ന് കരുതി നിങ്ങളുടെ വില കുറയുന്നില്ല. ഒരു വജ്രം അത് മണ്ണിൽ വീണാലും അത് വജ്രം തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ മൂല്യം സാഹചര്യങ്ങൾ കൊണ്ട് മാറുന്നില്ല. ഓർക്കുക, നല്ല ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് അവർ ദുർബലരായതുകൊണ്ടല്ല, പലപ്പോഴും അവർ കൂടുതൽ ശക്തരാകേണ്ട ഒരു യാത്രയിലായതുകൊണ്ടാണ്. ഇന്ന് നിങ്ങൾ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു വാചകം മനസ്സിൽ സൂക്ഷിക്കൂ. ഇതും കടന്നു പോകും, പക്ഷെ ഞാൻ ഇതിലൂടെ കൂടുതൽ ശക്തനായി മാറും. കമൻറ്റിൽ എഴുതൂ, ഞാൻ പ്രതീക്ഷ കൈവിടില്ല. ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെപ്പോലെ പോരാടുന്ന മറ്റൊരാൾക്കുമായി വീഡിയോ ഷെയർ ചെയ്യൂ. എംപവർ യു സബ്സ്ക്രൈബ് ചെയ്യൂ. ഓർക്കുക, ചിലപ്പോഴൊക്കെ ജീവിതം നിങ്ങളെ താഴെ ഇറക്കുന്നത് നിങ്ങളെ കൂടുതൽ ഉയരത്തിലെത്തിക്കാനായിരിക്കും.